കിട്ടുവേ. അച്ഛാ രണ്ടാം ദിവസം എന്താണ് അവരോട് നീ പറയാൻ പോകുന്നത്? അച്ഛൻ പറഞ്ഞേ, അച്ഛൻ തുടങ്ങ. ഓക്കെ, ഞാൻ തുടങ്ങാം. ഈ രണ്ടാം ദിവസം പ്രത്യേകിച്ച് മനസ്സും ശരീരവും രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് ഒരു ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം ഒരുക്കുകയും വേണം. അതെന്താ അച്ഛാ? മനസ്സും ശരീരം. മനസ്സും ശരീരവും. നമുക്ക് മനസ്സ് മാത്രമല്ലല്ലോ, ശരീരം കൂടെ വേണ്ടേ? ഇല്ലല്ലോ, നമുക്ക് ചെയ്യാനില്ലേ? നമുക്ക് ജീവനുണ്ട്. അപ്പൊ ഈ മനസ്സും ശരീരവും, മനസ്സ് നന്നായ മാത്രമേ ഈശോയെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലയോടെ കിട്ടു? അതെ. അപ്പൊ ശരീരവും അതിനോടൊപ്പം പ്രവർത്തിക്കണ്ടേ? അപ്പൊ മനസ്സും ശരീരം എന്റെ മനസ്സിനെ നൈർമല്യമുള്ളതാക്കി തീർക്കണമേ എന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണം. മനസ്സും ശരീരവും ഈശോയെ സ്വീകരിക്കാൻ എനിക്ക് നല്ല മനസ്സ് നൽകണമേ എന്ന് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുക. ഉൾക്കൂടിന് വേണ്ടി നല്ലൊരു സ്ഥലം നിങ്ങൾ ഒരുക്കുകയും പറയുകയാണല്ലോ. ഉൾക്കൂടിന് വേണ്ടി നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ട് ഈശോയുടെ മനസ്സ് ശരീരം നല്ലതാക്കി തീർക്കണമേ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ.